ജമാഅത്തിന്റെ കോട്ടയിൽ നിന്ന് മുജാഹിദിലേക്ക് വന്നൊരു മൗലവിയുണ്ട്. അയാളുടെ പരിസരത്തൊരു പള്ളിയിൽ ഒരു വഅദ് നടത്തിയ ബോർഡ് ഞാൻ കണ്ടു. അല്ല പോലെ അടിമയ്ക്ക്, അല്ല പോലെ അടിമയ്ക്ക് എന്നാണ്. ഇതുവരെ അയാൾക്ക് നേരം വെളുത്തിരുന്നില്ല, ആ പള്ളി കമ്മിറ്റിക്കാർക്കും നേരം വെളുത്തിരുന്നില്ല. ഏത് ലോകത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത്? എത്ര വലിയ ബ്ലണ്ടറുകളാണ് മൗലവി ഇവിടെ നടത്തുന്നത്. കുറെ കാലം തബ്ലീഗിന്റെ വേഷം കെട്ടിയിട്ട് നാട്ടിലെ വഅദിന് പള്ളികളിൽ മുഴുവനും വന്നൊരു മൗലവിയതാ. അയാൾ ഇന്ന് അള്ളാന്റെ ദീനിന്റെ പേരിൽ ഖുർആൻ ഓതിയിട്ട് പറയുന്ന അബദ്ധങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ഈമാനുള്ള ജനങ്ങൾ ഉണർന്ന് പ്രതികരിച്ചില്ലെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ കണക്ക് പറയണം കേട്ടോ. മൗലവി വേറെ ആരുമല്ല, ചുഴലി അബ്ദുള്ള മൗലവി തന്നെ. അയാൾ ഈ ആശയവും കൊണ്ട് ഇറങ്ങിയ സമയത്ത് ഭരണിക്കാവിൽ വന്ന് അന്ന് തന്നെ ആ പഞ്ചായത്തിൽ നിന്ന് കെട്ടുകെട്ടിച്ചിട്ടുണ്ട്. ഇതുവരെ പിന്നെ ആ പരിസരത്ത് കൊണ്ടുവരാൻ അയാളെ കൊണ്ടുവന്ന ഒരു സംഘാടകരും ഉണ്ടായിട്ടില്ല. അൽഹംദുലില്ലാഹ് ഇപ്രാവശ്യം ആ കുട്ടികൾ വഴന്നു വെച്ചപ്പോ സുന്നത്തി ജമാഅത്തിന്റെ ആശയം കുറച്ചൊക്കെ പറയുന്ന ആളുകളെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആ സംഘാടകർക്ക് നല്ല ഇസ്സത്ത് നൽകട്ടെ. ഇതുപോലെ മുസ്ലിങ്ങളുടെ വേദി കൈയടക്കിയെടുത്തിട്ട് ആശയം മാറ്റി പറയുന്ന മൗലവിമാര് ഒരുപാട് വന്നുപോയി. ചുഴലി അബ്ദുള്ള മൗലവിയുടെ വാദം കേട്ടോ, ഞാൻ വിശദീകരിച്ചു തരാം. കൊച്ചിന് രോഗം വന്നു, ഭാര്യ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു കൊച്ചിന് രോഗമാണ്, എത്രയും പെട്ടെന്ന് വരണമെന്ന്. ഭർത്താവ് വീട്ടിലെത്തി ഒരു ഓട്ടോറിക്ഷയായിട്ട്. ഭാര്യയെയും രോഗം വന്ന കൊച്ചിനെയും കൂട്ടി ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞു ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്ന്. ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിചയമുള്ള ഒരു ഹോസ്പിറ്റൽ എത്തി. ചാടിക്കയറി ഒരു ഡോക്ടറെ കിട്ടി, ആ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ ഗുളിക എഴുതി കൊടുത്തു. ബാപ്പ ഗുളിക വാങ്ങി. അള്ളാഹു ആ ഗുളികയിൽ ശിഫ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കൊച്ചിന്റെ രോഗം മാറി. ഇപ്പോൾ ഈ മാതാപിതാക്കൾ ചെയ്തത് ഇബാദത്താണ്. അപ്പൊ ഒരു കുട്ടിക്ക് രോഗം വന്നു, പെട്ടെന്ന് ഒരു ഓട്ടോ വിളിച്ച്, പെട്ടെന്ന് ഒരു ആശുപത്രി ചെന്ന്, പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട്, പെട്ടെന്ന് രോഗം മാറി. ഇത് ഇബാദത്താണ്. ഇനി അയാൾ പറയട്ടെ, മാറി 5-6 മാസം കഴിഞ്ഞു, വീണ്ടും അതേ രോഗം തന്നെ കുട്ടിക്ക് വന്നു. ഉടൻ തന്നെ ഭാര്യ ഭർത്താവിനെ വിളിച്ചു. അന്ന് വന്ന പോലെ രോഗം വന്നിട്ടുണ്ടായിരുന്നു. ഭർത്താവ് ഉടൻ തന്നെ ഓട്ടോറിക്ഷയായിട്ട് വന്നു. ഭാര്യനെയും കയറ്റി ഓട്ടോറിക്ഷക്കാരോട് പറഞ്ഞു ഇന്ന് ഡോക്ടറത്തേക്ക് പോകണം. ആ ഡോക്ടറത്തേക്ക് പോയി ഡോക്ടറോട് പറഞ്ഞു അന്ന് ഈ സൂക്കേട് വന്നപ്പോ നിങ്ങളടുത്ത് വന്നതാണ്, നിങ്ങൾ മരുന്ന് കൊടുത്തു, അന്ന് പെട്ടെന്ന് സുഖമായി, അതുകൊണ്ടാണ് നിങ്ങളടുത്തേക്ക് വന്നത്. വല്ലാഹി ഇപ്പോൾ പോയത് ശിർക്കാണ്. ഞാൻ ഇതിലൊന്നും കടത്തി കൂടിയിട്ടില്ല. ഈ മൗലവിയ അപ്പുറത്ത് മാവള്ളിപ്പള്ളിയിൽ വന്നിട്ട് അല്ല പോലെ അടിമിക്കും പറഞ്ഞ് വഴത് പറഞ്ഞു. ഏത് മുസ്ലിങ്ങളായി ഇത് പോയി കേൾക്കണത്? അപ്പോൾ ഒരു ഡോക്ടർ എടുക്കൽ, രണ്ടാമത് പോയാൽ ശിർക്ക്. അങ്ങനാണെങ്കിൽ ഇതിനകത്ത് ആരും മുസ്ലിങ്ങളുണ്ടോ? ഇയാളെന്ന് മുജാഹിദിന്റെ നേതാവാ, മുജാഹിദുകളുടെ വേദിയിൽ വരുന്ന ആളാണ്. ഒരു ഡോക്ടറുടെ അടുക്കൽ രണ്ടാമത് ചികിത്സയ്ക്ക് പോയാൽ ശിർക്കായി പോയി. ഇവർക്ക് തൗഹീദും ശിർക്കും അറിയുമോ? അറിയില്ല. ഇയാള് തന്നെ എത്രയോ തവണ ഒരു ഡോക്ടർ അടുക്കൽ പോയിട്ടുണ്ടാകാം. സാധാരണ മനുഷ്യന്മാരെങ്ങനെയല്ലേ? ഇപ്പോൾ ഇവർക്ക് മുജാഹിദുകൾക്ക് അള്ളാഹുവിന്റെ ദീൻ അറിയില്ല. വലിയ ദാടിയും തലപ്പാവും ഒക്കെ വെച്ച് തബ്ലീഗിന്റെ വേദിയിൽ നടന്ന ആളാണ്. അപ്പോൾ ചുഴലി അബ്ദുള്ള മൗലവി എന്ന് പറയുന്നയാൾ ഇന്ന് മുജാഹിദിന്റെ വേദിയിൽ കയറി ഇറങ്ങി പറയുന്ന തൗഹീദ് ഇതാണ്, ശിർക്ക് ഇതാണ്. ഒരു രോഗിയുടെ അടുക്കൽ, ഒരു ഡോക്ടറുടെ അടുക്കൽ രണ്ടാമത് പോയാൽ മുശ്രിക്കായി പോയി, ശിർക്കായി പോയി. കാരണം എന്തേ? ഇന്ന സമയത്ത് രോഗം മാറ്റിയ ഡോക്ടറാണെന്ന് പറഞ്ഞു പോയി എന്ന കാരണത്താലാണ്. ഇതായിരിക്കുന്നു മൗലവി. ഇവരുമുണ്ടല്ലോ പള്ളിയുടെ മുറ്റത്ത് വന്ന് വലിയ വഴന്നും പറഞ്ഞു പോകുന്നുണ്ട്. പല കമ്മിറ്റിക്കാരും ഇന്ന് സംഘടിപ്പിക്കാനും ഇറങ്ങിയിട്ടുണ്ട്. വല്ലാത്തൊരു അദാബ് തന്നെ. ചിലപ്പോ ആ കമ്മിറ്റി ഭാരവാഹികൾ ഇയാളുടെ ഗുരുതരാവസ്ഥ അറിയില്ലായിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും നല്ല നിലക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.